നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയണത് അനുസരിക്കണില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ സങ്കടപ്പെടരുത്. കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛ, അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയുമായിട്ട് ഗുസ്തിയായിരുന്നു, പക്ഷേ അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നെന്ന്. അതവർ കണ്ണു നിറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മരിച്ച് 10-12 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പറയണത്, അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു, അമ്മ അത്രയ്ക്ക് തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു. പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നിങ്ങളോട് അവരത് പറയത്തില്ല. നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് അവർക്ക് താല്പര്യങ്ങൾ വേറെ ആരും നിങ്ങളവിടെ ഗുസ്തി വെക്കുകയുള്ളൂ. അപ്പോൾ ഗുസ്തി വെക്കുമ്പോഴും എൻ്റെ മകൻ വഴിപിഴച്ച് പോയില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അവൻ്റെ മനസ്സ് നിങ്ങളുണ്ട്. നന്മകൾ ഒരിക്കലും താനേ കെട്ടുപോകത്തില്ല. അതായത് അവരുടെ മനസ്സ്, നിങ്ങൾ തോറ്റു, എൻ്റെ മകളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ പറയരുത്. കാരണം അവളുടെ പ്രായത്തിൻ്റെത് കൊണ്ടും പിന്നെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായതിൽ നിങ്ങളെ നിഷേധിച്ചല്ലത്, നിങ്ങളുടെ മനസ്സിൽ. അപ്പോഴും നിങ്ങൾ നിങ്ങൾ ചാടിത്തുള്ളി അവിടെ കടുത്തേക്ക് കയറാൻ ഒന്നും പോയിട്ട് കാര്യമില്ല. ശാന്തമായി സൗമ്യമായി പ്രാർത്ഥിക്കുക. ഈ സൗമ്യത എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ്.